ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. എല്ലാവർക്കും അതിനു മുമ്പ് നബിദിന ആശംസകൾ. പിന്നെ ഓണം കൂടിയാണല്ലോ, അപ്പോൾ ഓണാശംസകൾ കൂടി നേരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കാണുന്നത്. സ്പെഷ്യൽ പൊറോട്ട. ഇത് ഹാഫ് കുക്ക് ചെയ്ത പൊറോട്ടയാണ്. അപ്പോൾ ബാക്കി നമ്മൾ കുക്ക് ചെയ്യണം. ഞാൻ രാത്രിക്കൽക്ക് വാങ്ങിയതായിരുന്നു ഇന്നലെ കഴിച്ചില്ല. അതുകൊണ്ട് രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതും ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇതാണ് നമ്മളെ പാക്കറ്റിലെ പൊറോട്ട. നമുക്കത് ചുടാം. ഇങ്ങനെ മതി. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം. എല്ലാം കൂടി ചുട്ടിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ചപ്പാത്തിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ചുടാൻ. അപ്പോൾ കുറച്ച് ചപ്പാത്തിയും കൂടി ആക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് ചപ്പാത്തിയും കൂടി ചൂടാണ്ട് നമുക്ക് ഇതും കൂടി ചുട്ടെടുക്കാം. അപ്പം നമ്മളെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ കുട്ടി പൊറോട്ടക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ചിക്കൻ കറിയാണ് കേട്ടോ അതിനുണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ മീൻകറി ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ടൻ്റെ കൂടെ. പക്ഷെ ഒന്ന് ചിക്കനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മസാലയൊക്കെ ഒന്ന് ചൂടായപ്പോൾ ഞാനിത് ചിക്കൻ ഇടുകയാണ് കേട്ടോ. കൈക്ക് വൃത്തിയാക്കിയ ചിക്കൻ. അതൊന്ന് ഈ മസാലയിലൊന്ന് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പ്രത്യേകം കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിക്കൻ കറീൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ആവശ്യത്തിന്. പൊറോട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് കറി വേണം അല്ലേ, ഗ്രേവി കുറച്ച് കൂടുതൽ. ഞാൻ അങ്ങനെയാണ് കഴിക്കൽ. കുറച്ച് കൂടുതൽ കറി വേണം. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ കുക്കർ അടിച്ച് വെക്കുകയാണ്. അപ്പം നമ്മൾ 3 വിസിൽ വന്നാൽ നമ്മൾ കറി ഇവിടെ റെഡിയാവും. പുറത്തൊന്ന് നബിദിനായിട്ട് നല്ല മഴയാണ് കേട്ടോ. റാലിയൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് മഴ പെയ്തതുകൊണ്ട്. ഒരു റാലി നബിദിന റാലി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു റാലിയും കൂടി വരാനുണ്ട്. പക്ഷേ അപ്പോഴേക്കിന് നല്ല മഴ പെയ്തു. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പൊടി ഇട്ടാൽ കറി റെഡിയായി. അപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇന്നത്തെ. എന്നാ ശരി.